അഡൾട്ട് ആക്നെ അല്ലെങ്കിൽ പോസ്റ്റ് അഡോളസൻ്റ് ആക്നെ അല്ലെങ്കിൽ ഹോർമോണൽ ആക്നെ എന്നും നമുക്ക് വിളിക്കാം. ഒരു 25-30 വയസ്സിന് ശേഷം മുഖത്ത് വരുന്ന കുരുവിനെയാണ് നമ്മൾ അഡൾട്ട് ആക്നെ എന്ന് വിളിക്കാറുള്ളത്. ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഹോർമോണൽ ഇംബാലൻസ് ആണ്. ഈസ്ട്രജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെ അളവിലുണ്ടാകുന്ന വ്യത്യാസം, അല്ലെങ്കിൽ മെയിൽ ഹോർമോണിൻ്റെ അളവ് കൂടുന്നത്. ഡയറ്റിൽ വരുന്ന എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ട് വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കേഷൻസിൻ്റെ പാർട്ടായിട്ട് വരാം. സ്ട്രെസ്സ് കൂടിയാൽ കോർട്ടിസോൾ ഹോർമോൺ കൂടുന്നത് കൊണ്ടും നമുക്ക് അഡൾട്ട് ആക്നെ വരാം. അങ്ങനെ സീബത്തിൻ്റെ പ്രൊഡക്ഷൻ കൂടിയിട്ടാണ് സ്കിന്നിൽ ബ്രേക്ക് ഔട്ട്സ് വരുന്നത്. മെയിനായിട്ട് ഇത് പ്രസൻറ്റ് ചെയ്യുന്നത് എറൗണ്ട് ദി മൗത്ത്, ചിന്ന്, ജോ ലൈനിൽ, അതുപോലെ ഹെയർ ലൈനിൽ വരും, അതുപോലെ ബാക്ക് ഓഫ് ദ നെക്കിൽ വരും. ഇതിൻ്റെ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് ടീനേജിൽ വരുന്ന ആക്നെ പോലെ തന്നെ പാപ്യൂള്, പസ്റ്റൂള്, സിസ്റ്റ്, നോഡ്യൂള് ഇങ്ങനെ തന്നെയാണ്. പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അഡൾട്ട് ആക്നെ കുറച്ചും കൂടെ ഡീപ്പ് സീറ്റഡ് ആയിരിക്കും, അതുപോലെ തന്നെ പെയിൻഫുൾ ആയിരിക്കും. ആയുർവേദത്തിൽ ഇതിനെ രക്തദുഷ്ടി അല്ലെങ്കിൽ പിത്തദുഷ്ടി ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിനായിട്ട് സിംഗിൾ ഡ്രഗ്സ് ആയിട്ടുള്ള ലോദ്ര, മഞ്ചിഷ്ട, നീം ഇതൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ഫോമുലേഷൻസ് ശാരിബാദ്യാസവം, ഗതിരാരിഷ്ടം, നിംബാമൃതാസവം ഇതെല്ലാം നമ്മൾ പേഷ്യൻസിന് കൊടുക്കാറുണ്ട്. കൺസിസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അഡൾട്ട് ആക്നെ ഈസി ആയിട്ട് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ.